നമസ്കാരം. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഉരുക്കുകോട്ടയിൽ 60 വർഷമായി ഒരു കാവിക്കൊടി പോലും പാറിയിരുന്നില്ല. ആ മതിൽ തകർത്ത് ഒറ്റയ്ക്ക് കടന്നു വന്നവൻ്റെ പേരാണ് കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന കെ അണ്ണാമലൈ. തമിഴ്നാട്ടിൽ BJP എന്ന ദേശീയ പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടാക്കിക്കൊടുത്ത നേതൃപാടവം. സി ജോസഫ് വിജയ് 2026 ഭരണം പിടിച്ചതോടെ തമിഴ്നാട് രാഷ്ട്രീയവും മാറിമറിയുകയാണ്. DMK പ്രതിപക്ഷമായി, AIADMK ചരിത്രമായി, BJP ഒരു സീറ്റിൽ ഒതുങ്ങി. ദേശീയ പാർട്ടികളുടെ കാലം കഴിഞ്ഞുവെന്ന് അണ്ണാമലൈ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പുതിയ പോർക്കളം തേടുകയാണ് അദ്ദേഹം. 2020 അണ്ണാമലൈ ഏറ്റെടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ BJP നോട്ടയുമായി മത്സരിക്കുന്ന പാർട്ടിയായിരുന്നു. 2.6% വോട്ട്, ഒരു MLA പോലുമില്ല. 2024 ആയപ്പോഴേക്കും കഥ മാറി. എൻമൺ എൻമക്കൾ യാത്രയിലൂടെ 234 മണ്ഡലങ്ങളിലും കാലുകുത്തി അണ്ണാമലൈ. 10,000 കിലോമീറ്റർ നടന്ന് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ദ്രാവിഡ പാർട്ടികൾ അരനൂറ്റാണ്ടുകൊണ്ട് പണിത വൻമതിലിൽ ആദ്യത്തെ വിള്ളൽ വീഴ്ത്താൻ അണ്ണാമലൈ എന്ന ഒറ്റയാന് കഴിഞ്ഞു. വോട്ട് ഷെയർ 2.6% നിന്നും 11.1% കുതിച്ചു. 2021 4 MLA-മാർ നിയമസഭയിലെത്തി. 234 ബൂത്തിലും കമ്മിറ്റി, 1 ലക്ഷത്തിലധികം സജീവ പ്രവർത്തകർ. ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ അധ്വാനമായിരുന്നു. അണ്ണാമലൈ എന്ന ബ്രാൻഡിൻ്റെ ശക്തി തമിഴ് മണ്ണ് തിരിച്ചറിഞ്ഞ നാളുകൾ കൂടിയായിരുന്നു അത്. DMKയുടെ അഴിമതിക്കോട്ടയെ ഇളക്കിയത് അണ്ണാമലൈയുടെ DMK ഫയൽസാണ്. മുൻ ധനമന്ത്രി പളനിവേൽ ത്യാഗരാജൻ മുതൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വരെ. മന്ത്രിമാരായ സെന്തിൽ ബാലാജിയും K പൊന്മുടിയും ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ 1.34 ലക്ഷം കോടി രൂപയുടെ ആരോപണം തെളിവ് സഹിതം പുറത്തുവിട്ടു. DVAC അന്വേഷണം തുടങ്ങി. സ്റ്റാലിൻ മന്ത്രിസഭ രാജിയുടെ വക്കിൽ വരെ എത്തി. ഭരിക്കുന്ന സർക്കാരിനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇത്രയും പ്രതിരോധത്തിലാക്കിയത് തമിഴക ചരിത്രത്തിൽ ആദ്യം. ദ്രാവിഡ രാഷ്ട്രീയം അണ്ണാമലൈ എന്ന അതികായനെ ഭയന്നു. IIM ലക്നൗ MBA, IPS സിംഗം, ഇംഗ്ലീഷിലും തമിഴിലും തീപാറുന്ന പ്രസംഗം, സ്റ്റാലിനെയും ഉദയനിധിയെയും നേരിട്ട് ചോദ്യം ചെയ്ത ഏക നേതാവ്. തമിഴ്നാട് യൂത്ത് ഐക്കൺ അണ്ണാമലൈ എന്ന ഒറ്റയാന് പിന്നാലെ നിരന്നു. സോഷ്യൽ മീഡിയയിൽ 15 ലക്ഷം ട്വിറ്റർ ഫോളോവേഴ്സ്, 20 ലക്ഷം യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്, ഒരു റീൽസിന് 50 ലക്ഷം വ്യൂസ്. DMKയുടെ IT വിങ്ങിൻ്റെ ഉറക്കം കെടുത്തിയ ആക്രമണ രാഷ്ട്രീയം. 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അണ്ണാമലൈ ഇന്നും ഒരു വികാരമാണ്. അഴിമതിയില്ലാത്തവൻ, ധൈര്യമുള്ളവൻ, നമ്മുടെ ഭാഷ സംസാരിക്കുന്നവൻ, കോളേജ് ക്യാമ്പസുകളിൽ ഫാൻസ് അസോസിയേഷൻ ഉള്ളവൻ, മറ്റൊരു നേതാവിനും കിട്ടാത്ത ജനകീയത. അണ്ണാമലൈ എവിടെ വന്നാലും അവിടെ ജനസമുദ്രമാണ്. റോഡുകൾ ബ്ലോക്കാകും, ട്രാഫിക് സ്തംഭിക്കും, പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്ക്. TVK വിജയ് ഉണ്ടാക്കുന്ന അതേ ജനപ്രവാഹം തന്നെയാണ് അണ്ണാമലൈയും സൃഷ്ടിച്ചത്. ഇത് വെറും പാർട്ടി പ്രവർത്തകരല്ല, സാധാരണ ജനങ്ങളാണ്. യുവാക്കൾ, സ്ത്രീകൾ, അമ്മമാർ എല്ലാവരും അണ്ണാമലൈ എന്ന പ്രതിഭാസത്തെ കാണാൻ ഓടിയെത്തുന്നു. അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അണ്ണാമലൈക്ക് തമിഴകത്ത് കഴിഞ്ഞു. ഞാൻ ഹിന്ദുവാണ്, തമിഴനാണ്, ഇന്ത്യക്കാരനാണ് എന്ന് നെഞ്ചുവിരിച്ചു പറഞ്ഞവൻ, പെരിയാർ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തവൻ, ക്ഷേത്രങ്ങളുടെ വിമോചനം സ്വപ്നം കണ്ടവൻ, അതുകൊണ്ട് തന്നെ യുവതയുടെ ഹൃദയം കീഴടക്കിയവൻ കൂടിയായി മാറി അണ്ണാമലൈ. ഇന്നിപ്പോൾ TVK തമിഴ്നാട് ഭരിക്കുന്നു. DMK പ്രതിപക്ഷത്ത്, AIADMK തകർന്നടിഞ്ഞു. ഈ ശൂന്യതയിൽ BJPക്ക് കയറി വരാനുണ്ടായിരുന്ന ഒരേ ഒരു പാലം അണ്ണാമലൈ ആയിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്താണ് അണ്ണാമലൈയുടെ അടുത്ത പ്ലാൻ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദേശീയക്കെതിരെ പടനയിക്കാൻ ഒരിക്കലും അണ്ണാമലൈ ഇറങ്ങില്ല. സമാന്തരമായ മറ്റൊരു മുന്നണിക്കുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.